ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതേ ബിറ്റ്കോയിൻ്റെ ആവട്ടെ ചില പ്രോജക്റ്റ് എല്ലാം നല്ല രീതിയിൽ പമ്പ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2026 വർഷത്തിൽ ഏറ്റവും നല്ലൊരു ഹൈ എന്ന രീതിയിലോട്ട് ട്രെൻഡ് കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 97,814 USD റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 95,000 USD ആണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും ഹൈ അല്ലെങ്കിൽ സൈഡ് വേസ് ആണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ ആവട്ടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ട്രേഡേഴ്സിനാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. നമ്മുടെ 85,000 USD ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തിയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾട്ട് കോയിൻസിൽ നിങ്ങൾക്ക് ഡൗൺ ആയി നിൽക്കുന്ന ടൈമാണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഓരോ പ്രോജക്റ്റിലും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം സ്പെഷ്യലായിട്ട് മുമ്പ് വീഡിയോസ് ഞാൻ പലതവണ റിപ്പീറ്റ് ആയിട്ട് ചെയ്തു തന്നതാണ്. എതീരിയം കണ്ടോ, ഏകദേശം 2,800 നിന്നും 3,400 പോയിട്ടുണ്ട്. വോളിയം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ് കോയിൻ ആണെങ്കിൽ അത്ര വലിയ വേരിയേഷൻ ട്രെൻഡ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. 73 USD ആണ്. 73 USD ഞാൻ പറഞ്ഞിട്ടുണ്ട്. പകുതി ലൈറ്റ് കോയിൻ എങ്കിലും ബൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡോജി എന്ന് പറയുന്ന പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BNB ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. BNB എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോളിയം കൂടുതലുണ്ട്, ട്രേഡേഴ്സിന് കൂടുതലായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ എതീരിയം ക്ലാസിക് ആവട്ടെ, കാർഡിനോ ആവട്ടെ, XRP ആവട്ടെ, XRP ഒക്കെ ഏകദേശം $1.80 എത്തിയപ്പം പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. അതിനുശേഷം 2.40 പോയിട്ടുണ്ട്. 5 USD ആണ് എൻ്റെ ഒരു സെൽ ടാർഗറ്റ്. നമ്മൾ 0.40 ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 3.60 USD പോയിട്ട് വീണ്ടും ഏകദേശം 2 USD അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ലിങ്ക് ആവട്ടെ, അയോട്ട, ഇതൊന്നും വലിയ വേരിയേഷൻ വന്നിട്ടില്ല. പക്ഷേ വെർജ് ഉണ്ടോ ചേഞ്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവസി ആയിട്ടുള്ള പ്രോജക്റ്റ്, കുറച്ച് ക്രിപ്റ്റോ പ്രോജക്റ്റ്. അതിൽ ഏകദേശം നമ്മുടെ മൊണീറോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 705 USD ആണ്. പക്ഷേ അല്ലാതെ തന്നെ 800 USD പോയിട്ടുണ്ട്. ചില എക്സ്ചേഞ്ച് 800 പോയിട്ടില്ല, 795 അതടുപ്പിച്ച് മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇസഡ് ക്യാഷ് അതുപോലെ തന്നെ നമ്മുടെ ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ്, പിന്നെ നമ്മുടെ മൊണീറോ, വെർജ്, ഇങ്ങനത്തെ പ്രോജക്റ്റ് എല്ലാം നല്ല രീതിയിലുള്ള പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം എന്ന രീതി ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഷിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഏകദേശം ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. വോളിയം ഏകദേശം 7 ഡേയ്സ് കൊണ്ട് 106% ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഏകദേശം 40 USD പോയിട്ട് വീണ്ടും കണ്ടോ 80 USD അടുപ്പിച്ച് മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 25 USD ഒരു ഡാഷ് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഷ് അല്ലാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഡാഷ് ഏകദേശം 132 പോയിട്ടുണ്ടായിരുന്നു നവംബർ 2025. അതിനുശേഷം വീണ്ടും ഡൗൺ എന്ന രീതിയിൽ 40 USD വന്നു. അതിനുശേഷം വീണ്ടും കണ്ടോ ഏകദേശം 90 USD അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഡാഷിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാം. ട്രേഡേഴ്സിന് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഡാഷിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊണീറോയ്ക്കകത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഡോട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റും ICP എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ICP ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ICP എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം കണ്ടോ $4.20 ആണ്. $3.50 നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഏകദേശം നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഡോട്ടൊക്കെ ചിലപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോൾഡ് ചെയ്യുക, ലോങ് ടൈം എന്ന രീതിയിൽ മാത്രം ഹോൾഡ് ചെയ്യുക. ഇസഡ് ക്യാഷ് കണ്ടോ ലോങ് ടൈം എന്ന രീതിയിൽ ഹോൾഡ് ചെയ്തവർക്കാണ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ് ആവട്ടെ, മൊണീറോ ആവട്ടെ, ലോങ് ടൈം ഹോൾഡ് ചെയ്ത് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. അതാണ് എപ്പോഴും പറയുന്നത്, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 വർഷം ഹോൾഡ് ചെയ്യുക. ചില പ്രോജക്റ്റൊക്കെ പെട്ടെന്ന് ഹൈയിലോട്ട് പോകും, അത് വളരെ റെയറായിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും വലിയ ഗ്രോത്ത് എന്ന രീതിയിലോട്ട് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് വന്നിട്ട് ഒരു പ്രോജക്റ്റിൽ മാത്രം വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, സ്പ്ലിറ്റ് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത് ടോണൊക്കെ $1.74 ആണ്. 10 USD ഈസി ആയിട്ട്, നിങ്ങൾക്കറിയാം ടെലിഗ്രാമിൻ്റെയാണ് നമ്മുടെ ടോൺ എന്ന് പറയുന്നത്. ഏകദേശം 10 USD ഒക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് $1.50 $2 പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം പ്ലാൻ ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്, സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റാണ്. ലിങ്കും നല്ല പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ പോളിഗനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, പക്ഷേ സിലിക്ക മാത്രമാണ് നമുക്ക് നെഗറ്റീവ് എന്ന രീതിയിലോട്ട് പോകുന്നത്. ഏകദേശം സിലിക്കയും സിലിക്ക EOS ഓക്കെ, അത് ഏകദേശം 100% ഡൗൺ ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ വേണമെങ്കിൽ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ,
ഇനി ബിറ്റ്കോയിൻ ഗോൾഡിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ബിറ്റ്കോയിൻ ഗോൾഡിനെ കുറിച്ച്. OKB എന്ന് പറയുന്നത് OKB നമ്മുടെ കുക്കോയിൻ്റെ പ്രോജക്റ്റ് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ഏകദേശം നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. $50 മെയ് 1, 2025 ടൈം എന്ന് പറഞ്ഞാൽ ഒരു $50 റേഞ്ചൊക്കെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. 2024 അതേ ഒരു റേഞ്ചായിരുന്നു. പിന്നെ മാർക്കറ്റ് $255 പോയി. വീണ്ടും ഏകദേശം ഒരു $107 വന്നിട്ടുണ്ട്. ഇത് ലോങ് ടൈം ബൈ ചെയ്യട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ റിസ്ക് കൂടുതലാണ്. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് ബൈ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അല്ലാതെ തന്നെ പലരും ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം $15 ബൈ ചെയ്തിട്ട് 200 സെല് ചെയ്തവരുണ്ട്. ഇതേ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞ് ഗേറ്റ് ടോക്കൻ്റെ അകത്ത് വേണമെങ്കിൽ വന്ന് ചെയ്യാം. കണ്ടോ, $10 ഉള്ളവർ 5 വർഷം ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അല്ലാതെ തന്നെ $2.5 പലവരും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം $25 നമ്മുടെ ഗേറ്റ് ടോക്കൺ പോയിട്ടുണ്ടായിരുന്നു. CET അതുപോലെ തന്നെയാണ്. ഏകദേശം പലർക്കും നല്ല രീതിയിൽ റിട്ടേൺ തന്ന പ്രോജക്റ്റാണ് CET എന്ന് പറഞ്ഞാൽ. ട്രോണ് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യട്ടോ എന്ന്. ട്രോണ് റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ട്രോൺ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ട്രോൺ ഞാൻ നേരത്തെ ഒരു ബൈ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന രീതിയിൽ ഹൈ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൽ ടാർഗറ്റ് ഞാൻ $1 ആണ് പറഞ്ഞത്. പക്ഷേ 0.45 പോയിട്ട് മാർക്കറ്റ് വീണ്ടും 0.22 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 0.36 അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിലർ പ്രോഫിറ്റ് ആവറേജ് സെല് ചെയ്തിട്ടുണ്ട്. പക്ഷേ $1 വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കൂടുതൽ പേരും ഉണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡോജിയും ട്രോണും $1 സെൽ ടാർഗറ്റിന് വേണ്ടി ഇപ്പോഴും ബൈ ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. വീണ്ടും ആവറേജ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ MXC ടോക്കൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $2, അതുപോലെ തന്നെ $3 നിങ്ങൾ വേണമെങ്കിൽ ഒരു $15 to $20 എന്ന സെൽ ടാർഗറ്റോടുകൂടി ലോങ് ടൈം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ബിറ്റ്കോയിൻ ക്യാഷിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഓളിയം ഉണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്കാൽപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഓളിയം ഉള്ളത് നമ്മുടെ മൊണീറയ്ക്കകത്താണ്. മൊണീറയ്ക്കകത്ത് നല്ല രീതിയിൽ ഓളിയം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. ഇനി അസ്റ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഇതൊരു ഡെക്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബൈനാൻസ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 0.71 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 0.71 വേണമെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 20 എണ്ണം വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇത് $10 വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ അതിനെ കരുതി നിങ്ങൾ വന്നിട്ട് ഒരു $100 $500 ഒന്നും വന്നിട്ട് അസ്റ്റർ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് മൊത്തത്തിൽ ബൈ ചെയ്യരുത്. അത് റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഇനി അയോട്ടയൊക്കെ ബൈ ചെയ്യട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്യുക. അയോട്ടയൊക്കെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ CRO എന്ന് പറയുന്ന പ്രോജക്റ്റ്, ക്രോൺസിൻ്റെ പ്രോജക്റ്റ് ഏകദേശം ക്രോൺസ് 0.09 എന്ന രീതിയിലാണ് 0.010 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആവറേജ് ബൈ ചെയ്യാം. ഇത് ഏകദേശം 0.9 ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 0.21 അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് 0.1 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് 0.3 അടുപ്പിച്ച് ഞാൻ ആവറേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും 0.10 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ മൂന്നാമത്തെ സൈക്കിളിൽ വേണമെങ്കിൽ എൻ്റർ ആവാവുന്നതാണ്. അതുപോലെ തന്നെ ICP ഒക്കെ നിങ്ങൾ ഏകദേശം ഒരു $50, ഏകദേശം ഒരു $40 വേണമെങ്കിൽ പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതിനെ വേണമെങ്കിൽ അവർ പമ്പ് ചെയ്ത് വിടുന്നതായിരിക്കും. നല്ല പ്രോജക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രോജക്റ്റ് വൈസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മിക്ക പ്രോജക്റ്റ് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോയിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് വൈസ് ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ പ്രൈസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത് പെർഫോം ചെയ്യണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് പ്രൈസും പ്രോജക്റ്റും ഒരുപോലെ വരുന്ന പ്രോജക്റ്റിൽ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം പോളിഗൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രോജക്റ്റ് വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് പ്രോജക്റ്റ് എന്നേ പറയൂ. പക്ഷേ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വീണ്ടും $1 വരുമോ എന്ന് പലർക്കും സംശയമുണ്ട്. നിങ്ങൾ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് 0.10 0.15 അതുപോലെ തന്നെ 0.40 0.30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.40 0.30 നിങ്ങൾ ലോങ് ടൈം എന്ന രീതി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 0.10 താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, പക്ഷേ ഇനി എത്രമാത്രം $1 വരുമോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ വരാം. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റാണ്.
റിക്കവറായിട്ട് വേണമെങ്കിൽ വരാം. ഇനി വെറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റും സെയിം കാര്യമാണ്. പ്രോജക്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ജാസ്പി എന്ന് പറയുന്ന പ്രോജക്റ്റും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത് ജുപ്പിറ്റർ ഡെക്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്, ഡെക്സ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം എന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക, റിസർവ് റിംഗ് ആവട്ടെ. അടുത്ത് ഫാൻഡം പ്രോജക്റ്റ് വെച്ചിട്ട് ആണെങ്കിൽ ബെസ്റ്റ് എന്ന് ഞാൻ പറയൂ. പക്ഷേ പ്രൈസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റീബ്രാൻഡ് വന്നിട്ട് അങ്ങനത്തെ ഉള്ള ഇഷ്യൂ കാരണം അത് മാർക്കറ്റ് ഡൗൺ ആണ്. പക്ഷേ വീണ്ടും വേണമെങ്കിൽ അത് റിക്കവർ ആയിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് വേണമെങ്കിൽ കയറി വരാം. ഓക്കെ, പക്ഷേ ഇതിനേക്കാൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട പ്രോജക്റ്റ് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ മാത്രം പ്രയോറിറ്റി എടുത്തിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കാർഡിനോ XRP ഒക്കെ പലരും ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെയുള്ള പ്രോജക്റ്റൊക്കെയാണ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും എതീരിയം. ഓക്കെ, പിന്നെ സൊളാന, ലൈറ്റ് കോയിൻ, XRP, കാർഡിനോ, എതീരിയം ക്ലാസിക്, BNB, PCH, ഡോജി, ട്രോണ്, ലിങ്ക്, ഇങ്ങനത്തെ പ്രോജക്റ്റ്, അയോട്ട, ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പ്രോജക്റ്റിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് സേഫ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക.